CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടത്തുക. വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിലെ വിവാദങ്ങൾക്കും മംഗലപുരത്തെ കൊഴിഞ്ഞുപോക്കിനും ശേഷമുള്ള ജില്ലാ സമ്മേളനമാണ് തലസ്ഥാനത്ത് ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ചർച്ച ചെയ്യാൻ നിരവധി വിവാദങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. എങ്ങനെയാണ്, എപ്പോഴത്തേക്കാണ് ഇത് ആരംഭിക്കുക? കാളിദാസൻ ഇന്ന് രാവിലെ തന്നെ ജില്ലാ സമ്മേളനം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ചാണ് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സമ്മേളനത്തിൽ പ്രധാനമായ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതോടൊപ്പം ഈ മംഗലപുരത്തെ മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷമുള്ള ആദ്യ ജില്ലാ സമ്മേളനമാണ്. അതോടൊപ്പം തന്നെ ഈ വഞ്ചിയൂരിലെ ഏരിയ സമ്മേളനം വഴിയടച്ച് നടത്തിയതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. ഇതിനെല്ലാം ഉപരി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് തയ്യാറാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ്, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലാതെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ളതിലെ തോൽവികളടക്കം ചർച്ച ചെയ്യും. ഏതായാലും ജില്ലാ നേതൃത്വത്തിലുള്ള മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ജില്ലയ്ക്കുള്ളിൽ തന്നെ ഈ പാർട്ടി സെക്രട്ടറിയെ തുടരേണ്ട, തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയായി തുടങ്ങേണ്ട വി ജോയിയെ അവിടെ തന്നെ നിലനിർത്താനുള്ള തീരുമാനമുണ്ടാകും. പാർട്ടിക്കുള്ളിൽ ഭിന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും വി ജോയി തുടരാൻ തന്നെയാണ് സാധ്യത. MV ഗോവിന്ദൻ ഈ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. മുഴുനീളയുള്ള പാർട്ടി സമ്മേളനത്തിനിടയിൽ MV ഗോവിന്ദനും ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വയനാടും ഈ പാർട്ടി സമ്മേളനം നടക്കുന്നുണ്ട്. വയനാടും ജില്ലാ സമ്മേളനം ഇന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. 3 ദിവസത്തേക്കാണ് വയനാടും തിരുവനന്തപുരത്തും ജില്ലാ സമ്മേളനങ്ങളുള്ളത്. കൊല്ലത്താണ് ആദ്യം ജില്ലാ സമ്മേളനം നടന്നിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തും വയനാടും ഇന്ന് നടക്കുന്നത്. ഏതായാലും വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടതിന് ശേഷമുള്ള ഒരു ജില്ലാ സമ്മേളനമാണ്. ഇതിനെല്ലാം ഉപരി തന്നെ ഈ വി ജോയിയെ നിലനിർത്തുന്ന കാര്യം കൂടി ചർച്ചയാകും. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർത്തിയ ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം നേരത്തെയുള്ള ഘട്ടങ്ങളിൽ. അതുകൊണ്ട് അതും വലിയ പ്രാധാന്യമുള്ളതാണ്. തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനത്തിൽ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇനിയുള്ള തയ്യാറെടുപ്പുകൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തനം എന്നുള്ള കാര്യങ്ങളും വിലയിരുത്തും. ശരി വിഷ്ണു.